ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രേതകഥയുമായിട്ടാണ്. ഈ പ്രേതകഥ കാണുന്നതുകൊണ്ടുള്ളവർ ലൈക്കും സബ്സ്ക്രൈബും മര്യാദയ്ക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഈ പ്രേതകഥ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഉണ്ടെടുത്ത് ആ പടത്തിൻ്റെ പേരാണ് ദഹിമ. അപ്പോൾ പണ്ട് ഉണ്ടെടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ പേരാണ് ദേഹി. അപ്പോഴാണെങ്കിൽ ദേഹി എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പണ്ട് എടുത്ത് ഈ കൊച്ചാണെങ്കിൽ ജനിച്ചു. ആ ജനിച്ച വർഷത്തിൻ്റെ പേര് വർഷം 2019. ആ വർഷത്തിൽ ജനിച്ച ആൾക്കാർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണെങ്കിൽ ഈ കൊച്ചാണെങ്കിൽ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ആ കൊച്ചിന് അപ്പം 5 വയസ്സൊക്കെ. അപ്പോഴാണെങ്കിൽ കൊച്ചാണെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയാണെങ്കിൽ കളിപ്പാട്ടം വാങ്ങിത്തരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കൊച്ച് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത് ഒരു ബാർബിയാണ് വാങ്ങിക്കൊടുത്തത്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ആ കൊച്ച് അതിനൊരു പേരിട്ടു. അതിൻ്റെ പേരാണ് അൻ. പിന്നീടാണെങ്കിൽ ആ കൊച്ചിന് ഒരു അനിയനുണ്ടായി. ആ അനിയൻ്റെ പേരാണ് ബെല്ലൻ എന്നാണ് ചിലർ വിളിക്കുന്നത്. ശരിക്കുള്ള പേര് ബെല്ലൻ എന്നാണ്. ബെല്ല എന്നാണ് വീട്ടിലുള്ള പേര്. അപ്പോഴാണെങ്കിൽ ഈ ഒരു പാവേനെ അവൾ വിചാരിച്ച് ആനബെല്ല എന്നിടാന്ന്. അന്നാന്ന് വേണ്ട, ആനബെല്ല എന്നിടാന്ന്. അപ്പോഴാണെങ്കിൽ ഈ ദേഹിയാണെങ്കിൽ പെട്ടെന്ന് പോയി ആ ഒരു ദഹിമേന്ന് പറയുന്ന എന്തോ ഒരു ബുക്ക് എടുത്തു. അവൾക്കൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ അവളൊരു പേരിട്ടിട്ടുണ്ട്. ആ ബുക്കിന് അതിൻ്റെ പേരാണ് ദഹിമ. അപ്പോഴാണെങ്കിൽ ആ ബുക്കിൻ്റെ പേരിട്ടപ്പോഴാണെങ്കിൽ മറ്റേ ആനബെല്ലയാണെങ്കിൽ നടന്ന് വരുന്നു. ആരോ ഒരു നടക്കുന്ന സൗണ്ട്. അവൾക്കാണെങ്കിൽ തുറച്ചു നോക്കാൻ വയ്യല്ലോ. അവൾക്ക് കഴുത്ത് വയ്യ, കാലും വയ്യ. അവൾ വീൽ ചെയറിലാണ്. അവൾക്ക് വയ്യല്ലോ, അതുകൊണ്ട് അവൾക്ക് അത്രയ്ക്ക് സുഖമില്ലായിരുന്നു. പണ്ടൊക്കെ അവൾ നടക്കുമായിരുന്നു, ഇപ്പം നടക്കില്ല. അവളിപ്പോൾ വലിയ ഫേമസ് ആണ്. അപ്പോഴാണെങ്കിൽ ഈ പണ്ട് അമ്മ ജനിക്കണേൻ്റെ അമ്മൂമ്മയുടെ അമ്മുമ്മ അവിടുത്തെ ഒരു വേലക്കാരി ഒരു അലമാരയിൽ എന്തോ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ സൂക്ഷിച്ച അലമാര ഇതുവരെയായിട്ട് ആർക്കും എടുത്തു മാറ്റാൻ സാധിച്ചിട്ടില്ല. ഒരാളാണെങ്കിൽ ഇപ്പം ഈ ദഹിമ എന്ന് പറയുന്ന ദേഹിയാണെങ്കിൽ എടുത്തിട്ട് അത് നോക്കിയപ്പം എന്തിരിക്കുന്നു. പേടിച്ചോ നിങ്ങൾ? പേടിച്ചവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബാക്കി പറയാം. പെട്ടെന്നാണെങ്കിൽ അലമാരയിൽ നമ്മൾ നേരത്തെ കണ്ട സാധനം ഇറങ്ങി വന്ന് ആ കൊച്ചിൻ്റെ കഴുത്തിൽ പിടിച്ച് എങ്ങനെ അറിയുമോ? Do you do one like this?